വിനായകൻ മികച്ച നടനാണെന്ന് മലയാളികൾ തുറന്നു സമ്മതിക്കും. എന്നാൽ അയാൾ ഒരു കവിയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ അല്പം വൈകിപ്പോയല്ലേ? വെറും കവിയല്ല, കേട്ടുകേൾവിയില്ലാത്ത പുതിയ വാക്കുകൾ മലയാളിക്ക് പറഞ്ഞു തന്ന ആധുനിക കവി. ഫേസ്ബുക്കിലെ പുലഭ്യം പറച്ചിലിനെ കവിത എന്നാണ് വിനായകൻ വിശേഷിപ്പിച്ചത്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലായിരുന്നു നടൻ്റെ വിചിത്രവാദം. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം വിനായകനെ വിട്ടയച്ചു. നടനെതിരെ കേസെടുക്കാൻ പറ്റുന്ന വകുപ്പില്ലെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അധിക്ഷേപ അസഭ്യ പരാമർശങ്ങൾ വിനായകൻ്റെ ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ പങ്കുവച്ചെന്ന പരാതിയിലാണ് നടൻ വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തത്. VS അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും മുൻപ് പങ്കുവച്ച മറ്റൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പരാതികളിലുമായിരുന്നു ചോദ്യം ചെയ്യൽ. രാവിലെ 11 മണിയോടെ വിനായകൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. സൈബർ പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അധിക്ഷേപ അസഭ്യ പരാമർശങ്ങൾ വിനായകൻ ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിച്ചിരുന്നു. വിനായകന്റെ ഫോണും അന്വേഷണ സംഘം പരിശോധിച്ചു. യേശുദാസ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് എന്നിവരെ അസഭ്യവാക്കുകൾ നിറഞ്ഞ പോസ്റ്റിലൂടെ നടൻ അധിക്ഷേപിച്ചിരുന്നു. ഇതിന് പിന്നാലെ നടനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് മുൻപാകെ എത്തിയത്. ആധുനിക കവിത എന്ന നിലയ്ക്കാണ് പോസ്റ്റ് ഇട്ടതെന്ന് വിനായകൻ പോലീസിനോട് വ്യക്തമാക്കി. ഗായകൻ യേശുദാസിനെതിരെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് വ്യാപകമായ വിമർശനങ്ങളാണ് സിനിമയ്ക്കകത്തും പുറത്തും ഉയർന്നത്. ഈ പരാമർശങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മലയാള പിന്നണി ഗായകരുടെ സംഘടനയായ സമം രംഗത്ത് വന്നിരുന്നു. വിനാശകൻ എന്നാണ് നടനെ സമം സംഘടന ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലെ കുറിപ്പിൽ വിശേഷിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി.